ആർക്കാ വോട്ട് ചെയ്യേണ്ടത്? ഒരു മാറ്റം വേണ്ടേ? പ്രകൃതിക്കും ഒരു മാറ്റം. ചെറിയൊരു കാറ്റുണ്ട്, മഴക്കാറുണ്ട്. ഇനിയിപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെയാണോ ആവോ എന്തോ. ഇന്ന് തന്നെ വേണമല്ലോ ഇപ്പം കാലവർഷം തുടങ്ങൽ. കാലാവസ്ഥ പ്രവചനമൊക്കെ ശരിയാവുന്നുണ്ട്. ചെറിയൊരു മഴ. കാര്യമായിട്ടുള്ള പഠനമാണ്. ഇക്കുറിത്തിൽ ആര് ജയിക്കും? എന്നാൽ ഞാനങ്ങോട്ട് ഇറങ്ങണു കേട്ടോ. സൂക്ഷിച്ചു വന്നോളൂ, വഴിക്കൊന്നും വീഴാതെ. 5 കൊല്ലം മുമ്പേ ചെയ്തതല്ലേ, ഒക്കെ മറന്നിരിക്കുന്നു. നമ്മളിപ്പോൾ ആർക്കാ വോട്ട് ചെയ്യുക? ഭക്ഷണം ആരെ തരണച്ച അവർക്ക് വോട്ട് ചെയ്യുക അല്ലേ? എന്നാൽ ഇവർക്കോ പറന്ന് കളിക്കാനും ഓടിക്കളിക്കാനും സ്ഥലം വേണം, ഭക്ഷണം വേണം, പിന്നെ ഇതൊക്കെ തരണ വീട്ടുകാർ വേണം. അപ്പോൾ ആർക്കാണിപ്പോൾ വോട്ട് ചെയ്യേണ്ടത്? ഇതൊക്കെ കൂടി തരാവുന്ന ഏതെങ്കിലും കക്ഷികളുണ്ടോ? എന്നാൽ നമുക്ക് അവർക്ക് വോട്ട് ചെയ്യാം അല്ലേ? നോക്കൂ, നമ്മളിവിടെ എന്തൊരു ഐക്യത്തിലാണ്. ഒരു വാക്തർക്കമില്ല, അടിപിടിയില്ല, ഒന്നിച്ച് കളിക്കണു, ഒരേ ഭക്ഷണം കഴിക്കണു. സ്ഥലം തരണ പാർട്ടി ഉണ്ടാവുമോ? എന്നാൽ അവർക്ക് വോട്ട് ചെയ്യാം. ഞാനും ഉണ്ടേ എന്ന് പറഞ്ഞു വരണ ഒരുത്തൻ. വാണിയംകുളം ചന്തയിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നവരാ കഴിഞ്ഞ ആഴ്ച. നമ്മളും പോവല്ലേ ഇലക്ഷന്. ഇത്രയും ഭക്ഷണം തരുന്ന പാർട്ടിക്ക് തന്നെ ഞങ്ങളുടെ വോട്ട്. ഞങ്ങൾക്കിപ്പോൾ ഈയിടെയായിട്ട് ഭക്ഷണവും കിട്ടണില്ല. ഹോട്ടലുകളൊന്നും ഒക്കെ അടച്ചിട്ടിരിക്കുക അത്രേ. ഇനിയിപ്പോൾ ആർക്ക് വോട്ട് ചെയ്യണ്ടാച്ചു? എന്തിനപ്പോൾ വോട്ട് ചെയ്യണത്? പിന്നെയും എല്ലാവരും ചെയ്യണ കാണുമ്പോൾ ഒന്ന് പോകണമെന്നൊരാലോചന. നീ പോണ്ടോ ഒന്ന് വോട്ടിന്? എന്നാൽ ഞാനും വരാം. തിരിഞ്ഞ് നോക്കണം, കൂട്ടക്കാരൊക്കെ വരുന്നില്ലേന്ന്. തന്നെയല്ലേ വഴി എന്നൊരു ശങ്ക. വഴി തെറ്റി, വേഗം നടക്കണ. തൻ്റെ ഊഴം കാത്തിരിക്കുക. കാത്ത് കാത്ത് ക്ഷീണിച്ച് എല്ലാവരും ഒരു പൂച്ചോർക്കത്തിലായി. ശങ്കിച്ച് ഉള്ള ഒരു നടത്തം. ആർക്കപ്പോൾ വോട്ട് ചെയ്യുക? നിശ്ചയില്ല. ആർക്കും കൊടുക്കണ്ടാച്ചാലോ. തവണ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുക വരാത്തവരൊക്കെ. എൻ്റെ തല എന്ന് പോവും എന്നുള്ള ആശങ്കയിൽ.